ഇന്നലെ ദേവാലയങ്ങളിൽ മുഴങ്ങിക്കേട്ട വലിയൊരു സന്ദേശം ക്രൈസ്തവർക്കെതിരെയുള്ള പ്രതിഷേധമായിട്ട്, അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു എത്ര അവഗണന ഈ വർഷങ്ങളായിട്ട് തുടരുകയാണ്. നിരവധി സമരങ്ങൾ, നിരവധി പ്രഖ്യാപനങ്ങൾ എല്ലാം സഭയുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ സഭയുടെ ഓരോ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഇതിനൊന്നും ഒരു പ്രതിവിധി ഉണ്ടാകുന്നില്ല. പിതാവിൻ്റെ ഈ ഒരു ഇടയലേഖനം എത്രത്തോളം ആത്മവിശ്വാസം, തങ്ങളുടെ ഇടയൻ്റെ ആ ഒരു പ്രഖ്യാപനം എത്രത്തോളം ആത്മവിശ്വാസം അജഗണങ്ങളിൽ ഉണ്ടാകും? നമ്മളിവിടെ ഇന്നലെ ഇറക്കിയിരിക്കുന്ന സർക്കുലറിനെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറക്കിയുന്നുണ്ട്. എത്രയോ ബാലിശമായിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. എന്താണെന്ന് അദ്ദേഹം അത് മുഴുവനായി വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. ഷെക്കിനാസിന് സാധിക്കുമെങ്കിൽ ആ പ്രസ്താവന കേൾപ്പിക്കാവുന്നതുമാണ്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഇടയലേഖനം സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനെതിരെ ഒന്നും പറയുന്നില്ല, സംസ്ഥാനത്തിനെതിരെ പറയുന്ന അദ്ദേഹം കേന്ദ്രത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ളത്. ഇദ്ദേഹം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഇടയലേഖനം ലക്ഷ്യമിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നതെന്ന് അദ്ദേഹം വ്യക്തമായിട്ടുണ്ടോ? ജനങ്ങൾക്ക് നേരിടുന്ന വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഇടയന്മാർ അതിനെതിരെ ശക്തമായിട്ട് പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ സർക്കുലർ ഇറക്കുകയോ അതിനെങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകുകയോ ചെയ്യുന്ന സംവിധാനം നമ്മുടെ സഭയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ആര് ഭരിച്ചാലും, ഏത് ഭരണമാണെങ്കിലും ജനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം നിൽക്കേണ്ടവരാണ് ഇടയന്മാർ എന്നുള്ളത് അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വിവേകമില്ലാത്ത ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ 10 കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട് ഈ ഇടയലേഖനത്തില്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയോ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി സബ്മിറ്റ് ചെയ്ത ഈ റിപ്പോർട്ട് 284ഓളം ശുപാർശകൾ അതിനകത്ത് ക്രൈസ്തവ സമുദായത്തിന്റെ സാമ്പത്തിക, വിദ്യാഭ്യാസ, സാമൂഹ്യ പിന്നാക്കാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്ന് പുറത്തുവിടാൻ പോലും സർക്കാർ കൂട്ടാക്കാതിരിക്കുകയും അതിനകത്തെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുവാനായിട്ടുള്ള മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നാണ് ഈ മന്ത്രി ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ ഉണ്ടാകുന്ന അനീതികൾ ഇതിനവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. 80-20% കേരളത്തിലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകള് ന്യൂനപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിമുകൾക്ക് 80%, ബാക്കി 5 സമുദായങ്ങൾക്ക്, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ജൈൻ, ബുദ്ധ എന്ന് പറയുന്ന 5 വിഭാഗങ്ങൾക്ക് 20% തീരുമാനമെടുത്ത് നടപ്പാക്കിയപ്പോൾ അതിനകത്തെ അശാസ്ത്രീയതയും അതിനകത്തെ പ്രീണനവും അതിനകത്തെ തെറ്റായ രീതികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഗവൺമെന്റ് ഇവിടുത്തെ ഭരണപ്രതിപക്ഷങ്ങൾ ഒന്നടക്കം ഈ അനീതി തന്നെ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെ ഇതിനെതിരെ ഒരു അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. 80-20 തന്നെ നിലനിർത്തണമെന്ന്. കേവലം ഈ സ്കോളർഷിപ്പിന്റെ വിഷയം മാത്രമല്ല ഇതിലുള്ളത്. ഈ 80-20 നിലനിർത്തുമ്പോൾ ഉണ്ടാകാവുന്ന സാമാന്യ നീതിക്കെതിരായിട്ടുള്ള സർക്കാർ നയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തിരുത്താൻ തയ്യാറാകണമെന്നാണ് ഇടയലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ സംഭരണത്തിലെ അനീതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ക്രൈസ്തവ സമുദായത്തിന് EWS എന്ന് പറയുന്ന സംഭരണേതര വിഭാഗങ്ങൾക്കുള്ള 10% സംഭരണത്തെ കുറിച്ച് അതിനകത്ത് പറയുകയും അത് കൃത്യമായി നടപ്പിൽ വരുത്തുവാനും അത് അവർക്ക് ലഭ്യമാക്കാനുമായ നടപടി സർക്കാർ സ്വീകരിക്കണം എന്നുള്ളത് പറയുന്നത് കേന്ദ്രത്തോട് പറയേണ്ടതല്ല, സംസ്ഥാന സർക്കാരിലാണ് ആ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് ഇവർക്ക് ഇത് നടപ്പിൽ വരുത്തി കൊടുക്കേണ്ടത്. കേന്ദ്രമാണ് നിയമം പാസ്സാക്കി കൊണ്ടുവന്നത് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പറയുന്ന EWS സമ്മേളനത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുകൾ നിഷേധിക്കുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അതിനെതിരെയാണ് പ്രതികരിച്ചത് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ 100 കണക്കിന് അർഹരായവർക്ക് EWS സമ്മേളനം നിഷേധിക്കപ്പെട്ട സാഹചര്യം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കേന്ദ്രത്തിനെതിരായിട്ട് പറയണമെന്ന് ഈ മന്ത്രി പറയുമ്പോൾ എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്? വനനിയമത്തിലെ കാട്ടുനീതി കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. 1971 ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പറയുന്ന ആക്ട് അനുസരിച്ച് ആ ആക്ടിന്റെ ഒരു അമെന്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഇപ്പൊ കർഷകർക്ക് മതിയായ രേഖകളും പട്ടയമുള്ള ഭൂമി പിടിച്ചെടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി വനം വകുപ്പിന് ചൂണ്ടിക്കാണിച്ചു.
അതിനെതിരെ വനം വകുപ്പ് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. സുപ്രീം കോടതിയും പറഞ്ഞു ഒരു ക്വാസി ജുഡീഷ്യൽ ജുഡീഷ്യൽ സ്വഭാവമുള്ള ലാൻഡ് ട്രിബ്യൂണൽ നൽകുന്ന പട്ടയങ്ങൾ മതിയായ രേഖയാണ്, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ഇവിടെ നിയമസഭയിൽ ഒരു നിയമം ഉണ്ടാക്കി. 2021 ജൂലൈ മാസത്തിൽ സർക്കാരും ഇവിടുത്തെ നിയമസഭയും എന്താണ് പാസ്സാക്കി വെച്ചിരിക്കുന്നത്? പട്ടയമുള്ള ഭൂമിയിൽ പോലും വനം വകുപ്പിന് അധികാരമുണ്ട് അത് പിടിച്ചെടുക്കാൻ എന്ന് പറയുമ്പോൾ അത് കാട്ടുനീതി അല്ലെങ്കിൽ വനനീതി അല്ലാതെ മറ്റെന്താണ്? അത് തിരുത്തണമെന്ന് പറയുന്നതിനെ ഈ മന്ത്രിക്ക് എന്താണ് പറ്റിയതെന്ന് ആലോചിക്കത്തക്ക വിധത്തിലുള്ള പ്രസ്താവനകളുമായി എതിർക്കുന്ന മന്ത്രി ഈ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. അതുപോലെ തന്നെയാണ് പരിസ്ഥിതി നിയമങ്ങളുടെ ദുരുപയോഗം. പരിസ്ഥിതി നിയമങ്ങളുടെ പേര് പറഞ്ഞ് അതിന്റെ മറവിൽ ജനങ്ങളുടെ സാധാരണക്കാരുടെ കൃഷിയിടങ്ങളെയും ഭൂമിയെയും പിടിച്ചെടുത്ത് വനമാക്കി മാറ്റാൻ നോക്കുന്ന ESA, ESZ, ബഫർ സോണുകള്, EFL ഇതുപോലുള്ള ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരുന്ന പുതിയ നീക്കങ്ങളുമായി വനം വകുപ്പ് ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത് വനമാക്കി മാറ്റാൻ നോക്കുമ്പം അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അത് തെറ്റായ മാർഗമാണ്, പരിസ്ഥിതി മറവിൽ നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പം അത് തെറ്റാണെന്ന് പറയുന്ന മന്ത്രിക്ക് എവിടെയാണ് തെറ്റുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ തെറ്റുപറ്റിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ടാണോ, അതോ ഭരണ നൈപുണ്യം ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഇദ്ദേഹം ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണോ, അതിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ ഈ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ്. ഡോക്ടർ ഷാക്കർ കാളംപറമ്പിൽ, ഈ ഒരു മനഃപൂർവ്വമായിട്ടുള്ളൊരു സമീപനമല്ലേ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നത്? കാരണം സഭ നിരവധി തവണ ആവശ്യപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും തമസ്കരിക്കുന്ന ഒരു നിലപാടല്ലേ ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഈ ഒരു നിലപാട് വന്നിരിക്കുന്നത്. ഈ സഭയുടെ അജഗണങ്ങളോട് ഒരു ഇടയൻ നടത്തുന്ന ഒരു ആഹ്വാനം, അത് വലിയ വില കുറച്ച് കാണുന്ന ഒരു സമീപനം അതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ? അത്തരം വ്യക്തികൾ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ ഒരു പരിധിവരെ ഭാരമാണ്, ശാപമാണെന്ന് പറയേണ്ടി വരും. അവരൊന്നും ഈ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങള് ജനങ്ങളെ നയിക്കുന്ന സഭാ നേതൃത്വങ്ങൾ പറയുമ്പോൾ അതിനെതിരെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിഭാഗീയത ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കേന്ദ്രത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ഇവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരുന്നാൽ സാമാന്യ ജനത്തിന് മനസ്സിലാകാതിരിക്കുമോ? അത് മനസ്സിലാകാനുള്ള വിവരമെങ്കിലും മന്ത്രിക്ക് വേണ്ടേ? വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വരഹിതമായിട്ടുള്ള കർശന വനനിയമങ്ങൾ, ആ വനനിയമം ഭേദഗതി ഇവിടെ കൊണ്ടുവന്നു. അതിപ്പോ അടുത്ത കാലത്ത് ജനങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അത് തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചു നിർത്തി. വനത്തിൽ ഈ വന്യജീവികളുടെ എണ്ണം പെരുകിയെന്നും അതിന്റെ ആനുപാതികമായിട്ട് വനം വർദ്ധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളുടെ ജനസാന്ദ്രത അല്ലെങ്കിൽ സാന്ദ്രതയെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണമെന്നും വികസിത രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അനുവദിക്കാവുന്ന മൃഗങ്ങളുടെ എണ്ണത്തിൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ കള്ളിങ് നടത്തിയോ കൺട്രോൾഡ് ഹണ്ടിങ് വഴിയോ നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലാതെ മൃഗങ്ങൾ പെരുകിക്കോട്ടെ, നിങ്ങളെ ആക്രമിച്ചാലും അതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന മന്ത്രി എങ്ങനെയാണ് അദ്ദേഹത്തിന് ജനപ്രതിനിധിയായി ജനങ്ങളുടെ മന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ് സംശയിക്കുന്നത്. ആ തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ പശുവിനെ കറന്ന് പാല് കൊടുത്ത് സൊസൈറ്റി കൊടുത്ത് ജീവിക്കാൻ പോകുന്നവൻ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ, കുട്ടികൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ കഴിയാത്ത അവസ്ഥ, ഉറപ്പില്ലാത്ത അവസ്ഥ, പാടങ്ങളിൽ പണിയെടുക്കാൻ പോകുന്നതിനും തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോകുന്നതിനും വീട്ടിലേക്ക് തിരിച്ചെത്തുമോ സായാഹ്നമാകുമ്പോൾ ഉറപ്പില്ലാത്ത സാഹചര്യങ്ങൾ, ഇതുപോലെ വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് പറഞ്ഞാൽ അത് കുറ്റമാണ്, അത് പറഞ്ഞാൽ അത് കേന്ദ്രത്തിനെതിരായി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന മന്ത്രി ആരെ പീഡിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങളുമായിട്ട് ഇറങ്ങുന്നത്? അദ്ദേഹം അത് തിരുത്തേണ്ട സാധനങ്ങൾ തിരുത്താനും ഞങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമെന്നും ഞങ്ങൾ അതിൽ ഇഫക്റ്റീവ് മെഷേഴ്സ് എടുക്കുമെന്ന് പറയുകയും അത് പ്രവൃത്തിബദ്ധമെത്തിക്കുകയും ചെയ്യണം. ഈ വയനാട്ടിൽ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, 345 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ഉള്ള വയനാട്ടിൽ 180ഓളം കടുവകളാണുള്ളത്. എന്താണ് ഈ മന്ത്രി മനസ്സിലാക്കുന്നത്? അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് കേവലം 20 കടുവകൾക്ക് വസിക്കാൻ മാത്രമുള്ള വനഭൂമിയുള്ള വയനാട്ടിൽ 180 കടുവകളാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ ജീവഭയം മൂലം ജീവിക്കാൻ സാധിക്കാതെ ഓരോ ദിവസവും ഭയത്തിനടുത്ത് കഴിയുമ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും AC റൂമിൽ ടൗണിൽ പോയിരുന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനയുമായിട്ട് നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ മന്ത്രി പദവി യോഗ്യമാകുക എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എയ്ഡഡ് സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഏറ്റു പറയുന്നുണ്ട്.
സർക്കാർ ചെയ്യേണ്ട ജോലി ചെയ്യുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളെ സർക്കാർ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, എയ്ഡഡ് സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യേണ്ട ജോലിയാണ്, സർക്കാരിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ മുതൽ മുടക്കില്ലാതെ തന്നെ സാധാരണക്കാരന് വിദ്യാഭ്യാസം നൽകാൻ എയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അതിനെതിരെ പ്രതികരിക്കുക. ക്രൈസ്തവ സമുദായത്തിനെതിരെ നടക്കുന്ന കുപ്രചനങ്ങളുണ്ട്. ലഹരിയുടെ നീരാളിപ്പിടത്തിൽ പെട്ടുകൊണ്ട് നാട് നശിക്കാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ 10 കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടയലേഖനം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏപ്രിൽ മാസം 5-ാം തീയതി കോഴിക്കോട് മുതലക്കുളം മൈതാനിയില് ഒരു അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നമ്മൾ സംഘടിപ്പിക്കുന്നത്. 10,000 പങ്കെടുക്കുന്ന സ്വാഭാവികമായ അവകാശത്തിന് വേണ്ടിയുള്ള ക്രൈസ്തവ സമുദായത്തിന്റെ സ്വാഭാവികമായ നീതിക്ക് വേണ്ടിയുള്ള അവകാശ പ്രഖ്യാപനവും റാലിയുമാണത്. അതിന് ഇദ്ദേഹത്തിന് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ക്രൈസ്തവ സമുദായത്തെ ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും അവഗണിക്കുകയും ചിറ്റമ നയം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അവർ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും കുടുംബാസൂത്രണ മാർഗങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത് ജനസംഖ്യ കുറഞ്ഞ് 2005 മുതൽ 2021 വരെയുള്ള കേരള ഗവൺമെന്റിന്റെ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 2019, 20, 21 കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സമുദായത്തിൽ അതിന്റെ അംഗബലം കൊടുത്തിട്ടുണ്ട്. ജനനനിരക്കും മരണനിരക്കും. 100 പേർ ജനിക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൽ ജനിക്കുന്നത് കേവലം 14 പേരിൽ താഴെയാണ്. അതേസമയത്ത് 100 പേർ മരിക്കുമ്പോൾ 20 പേര് ക്രൈസ്തവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മരണനിരക്ക് ജനനനിരക്കിനേക്കാൾ വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ്. അതോടൊപ്പം ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ അവഗണനയും JB കോശി കമ്മീഷൻ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ക്രൈസ്തവർ അർഹതപ്പെട്ട സംവരണങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പട്ടയമടക്കമുള്ള ഭൂമി, കർഷക ഭൂമി പിടിച്ചെടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ നിയമസഭയിൽ നടത്തിവെച്ചിരിക്കുന്നു. ഈ കാടൻ നിയമങ്ങളൊക്കെ പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പം, അതുപോലെ വഖഫ് ആക്ടിന്റെ അമെന്റ്മെന്റ് സാധാരണഗതിയിൽ നിരപരാധികളെ വഴിയാധാരമാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ ആക്ട് അമെന്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനകത്തെ കൃത്യമായ കാര്യങ്ങളെ, വസ്തുക്കളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിൽ എന്തൊക്കെയാണ് തിരുത്തേണ്ടതെന്ന് തിരുത്താനുള്ള ഇച്ഛാശക്തി കാണിക്കേണ്ട മന്ത്രി ആവശ്യമില്ലാത്ത പ്രസ്താവനകളുമായി ഇറങ്ങി അനാവശ്യമായി ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയാണ് ഇടയന്മാർ അല്ലെങ്കിൽ ബിഷപ്പുമാർ എന്ന് ചിന്തിച്ചാൽ മന്ത്രി ഒന്ന് മനസ്സിലാക്കുക, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്, 5 കൊല്ലത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടാവണം. അദ്ദേഹം എല്ലാ കാലത്തും മന്ത്രിയായിട്ട് പരിലസിക്കാമെന്ന് ചിന്തിക്കരുത്. അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് തെളിവുകളും പല ആളുകളും ഇപ്പോഴും സംശയത്തോടെ തന്നെ കാണുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയണം. അദ്ദേഹം ഇടയന്മാർക്കെതിരായി മെത്രാന്മാർക്കെതിരായി എന്തും പറയാമെന്ന് വിചാരിച്ചാൽ ക്രൈസ്തവ സമുദായം അതിനെ അംഗീകരിക്കില്ല. ആ തരത്തിൽ ഞങ്ങളുടെ ആത്മീയ നേതാക്കൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ അതിനെക്കുറിച്ച് വിജിലന്റ് ആകാനും ആ വിജിലന്റ് ആയതുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ആഹ്വാനങ്ങളാണ്. അതിന് എങ്ങനെയാണ് ഇയാൾക്ക് എതിർക്കാൻ കഴിയുക, ഈ മന്ത്രിക്ക് എതിർക്കാൻ കഴിയുക എന്നുള്ളത് ഞങ്ങൾ 2 അടിവരയിട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി? ഈ ഇടയലേഖനത്തിൽ എവരെയാണ് സംസ്ഥാന സർക്കാരിന് എടുത്ത് പറഞ്ഞിട്ടുള്ളത്? പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഒരു നാട് മുഴുവൻ രാസലഹരിക്ക് അടിപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നതിന് പകരം വന്യമൃഗ ആക്രമണം മൂലം ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ സംരക്ഷണം നൽകേണ്ടതിന് പകരം ഇദ്ദേഹം ഇതെല്ലാം ഈ പറഞ്ഞ ഇടയന്മാരിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ ഇറക്കി ഒരുപക്ഷെ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത എന്ന വിധത്തിൽ സംസാരിക്കുന്നതിന്റെ ദുരൂഹത എന്താണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ്. അതിനെതിരെ ശക്തമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിക്കും. ഏപ്രിൽ മാസം 5-ാം തീയതി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് 10,000 പങ്കെടുക്കുന്ന റാലി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഈ അവകാശ പ്രഖ്യാപന റാലിയിൽ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തും. അത് മന്ത്രിയായാലും ശരി മറ്റാരായാലും ശരി ഈ അവകാശങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ഉയർത്താനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശങ്ങൾ ഉയർത്തുകയും അതിനുവേണ്ടി അന്ത്യം വരെ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം. അവർ അനാവശ്യമായി തെരുവിൽ ഇറങ്ങാറില്ല. അവർ തെരുവിൽ ഇറങ്ങിയാൽ അതിനകത്ത് തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും വ്യക്തമായിട്ടുള്ള സത്യത്തിന്റെ നിഷേധങ്ങൾ ഇവിടെ തിരിച്ചറിവിലേക്ക് ഒരു സമൂഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ട്.